പച്ചക്കറിക്കായത്തട്ട് ഒരു മുത്തശ്ശിക്കൊട്ടിട്ട് ചൊല്ലി കുഞ്ഞോളെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പച്ചക്കറി പറിക്കാൻ വരൂ. പറിക്കാനും ഇന്നലെ നോട്ടിട്ട് വെച്ചതായിരുന്നു, പക്ഷെ ഇച്ചിരി ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് പഴുത്തുപോയി. കുഴപ്പമില്ല, പറിച്ചേക്കാം. ഇനിയുള്ളത് ഇവിടെ ഒരു പാവയ്ക്കയും കൊണ്ട് നിൽപ്പുണ്ട്. അത് പഴുത്തു പോകുന്നതിനും നല്ലത് കണ്ടോ. ഇനിയുള്ളത് നമ്മുടെ നാട്ടില് ഇത് വരുന്നേ ഉള്ളൂ, റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ പറിക്കുന്നില്ല. ഈ ഉണ്ടായി വരുന്നത് എന്താണെന്നറിയോ? പണ്ട് നാട്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. കോവയ്ക്കയാണ്. കോവയ്ക്ക നല്ലതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. അത് ഇച്ചിരി കൂടെ ഒന്ന് മൂക്കാനുണ്ട്, അതുകൊണ്ട് പറിക്കുന്നില്ല. ഈ സാധനം ഓർമ്മയുണ്ടോ നാട്ടില്? ചീമപ്പയർന്ന് പറയും. ഇതറിയാവുന്ന എത്ര പേരുണ്ട്? കമന്റ് ചെയ്യണേ. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ചീമപ്പയർ. ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഇതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കിത് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെക്കുന്നതിന്. അപ്പോൾ ഇതൊരു തോരനുള്ളത് എനിക്കായിട്ടുണ്ട്. ഇതിന് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് സംഭവം. മനസ്സിലായി? കണ്ടോ, നല്ല അടിപൊളി ചീമപ്പയർ. നല്ലല്ലേ? ഇത് മുഴുവൻ കോവയ്ക്ക കേട്ടോ. കോവയ്ക്കെല്ലാം ഉണ്ടായത്. കോവയ്ക്ക പറിക്കുമ്പോൾ ഞാൻ വേറെ വീഡിയോ എടുത്ത് വയ്ക്കാമേ. ഓക്കെ, അപ്പോൾ ഇത് ചീമപ്പയർ ഒരു വീക്കെൻഡാണ്. ചീമപ്പയറൊക്കെ കഴിക്കാൻ ഉള്ള ഒരു അവസരമാണ്. കോവയ്ക്ക നല്ലതായിട്ടുണ്ടായി നിൽപ്പുണ്ട്. ഈ കോവയ്ക്കാണ് ഒന്ന് ഫോക്കസ് ചെയ്യും. കണ്ടോ, ഇത് മുഴുവൻ കോവയ്ക്കാണ്. നല്ലല്ലേ? പയറൊന്ന് പറിക്കണം. ഇങ്ങനെ നിന്നിട്ട് എനിക്ക് കാണുന്നില്ല. നല്ലതായിട്ട് നോക്കി പറിക്കണം. ഇത് നല്ല ടേസ്റ്റ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് വരുന്ന സാധനമാണിത്. ഇത് ഒത്തിരി വർഷം, എനിക്കൊരു 10-25 വർഷം മുമ്പ് ഞാനിത് കഴിച്ചത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നേ, അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് പയറുണ്ടായി വരുന്നു. ഇത് നമ്മുടെ നാടൻ പാവയ്ക്കയാണ്. നാട്ടിലെ മറ്റേ നാടൻ പാവയ്ക്കാണ്. ഇത് ശരിയായി വരുന്നതേ ഉള്ളൂ. പിന്നെ അതിനോടൊപ്പം വേറൊരു ചെടി നിൽപ്പുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതിൽ കായ ഉണ്ടാകുമ്പോൾ അത് ഇടാവുന്നതാണ്. പിന്നെ ഏറ്റവും കണ്ണിയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നമ്മുടെ മത്തങ്ങ ഇല്ലേ, മത്തങ്ങ കഴിച്ചു വെച്ചിട്ടുണ്ട്. മത്തങ്ങനെ കാണിക്കും. പിന്നെ എൻ്റെ മുളകിനെ കാണിച്ചു. മുളക് ഇത് പച്ചമുളകാണ്. ഇതും പച്ചമുളകാണ്. ഇതിൽ ഓരോ ടൈപ്പിൽ. ഇത് കാന്താരി മുളക് എന്ന് പറയും. നാട്ടിൽ നമ്മുടെ കാന്താരിയാണിത്. ഓക്കെ, ഇത് വേറൊരു ടൈപ്പ് മുളകാണ്. ഇത് ഇവിടെ ഞാൻ മത്തങ്ങ വെച്ചതാണ്. ഈ പ്രദേശം മുഴുവൻ മത്തങ്ങ പടർന്ന് ഓടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ കണ്ടില്ല, കായൊന്നും കണ്ടില്ല. വരുവായിരിക്കും എന്നുള്ള പ്രദേശവുമായി അതിങ്ങനെ ആ ഒരു പ്രദേശം മുഴുവൻ പടരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആണെങ്കിൽ ഏറ്റവും ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് തല കീഴായിട്ട് നിൽക്കുന്ന തക്കാളിക്ക. തക്കാളിക്ക കൊണ്ട് മാറും. ഇത് ഇവിടുത്തെ പുതിയൊരു സിസ്റ്റമാണ്. അപ്പം ഇതിൽ തക്കാളിക്ക ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തക്കാളിക്ക ഉണ്ടായതിന് ശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഇതാണ് തക്കാളിക്ക, തല കീഴായി നിൽക്കുന്നത് തക്കാളിക്ക. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. So this is Shani signing off from American Junction.